ഈ ലൊക്കേഷൻ കാണുമ്പോൾ പെട്ടെന്ന് ഏതാണെന്ന് മനസ്സിലാവത്തില്ലല്ലോ. ഇത് ഹോസ്പിറ്റലാണ്, ഡോക്ടർ മുരളീസ് ഹോസ്പിറ്റൽ. ഞാൻ ചെക്കപ്പിനായിട്ട് വന്നതാണ്. ചെക്കപ്പിനായി വന്നതിനെ ഇവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിന് റൂം റെഡിയാവാൻ കുറച്ച് ടൈം എടുക്കും. ആ സമയം കൊണ്ട് ഞങ്ങൾ കഴിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കഴിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ റൂം റെഡിയായി. അത് കഴിഞ്ഞ് അച്ഛനും അമ്മയും കുഞ്ഞുമായിട്ട് ഇങ്ങനെ വന്നു. മോനെ അമ്മയൊക്കെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ചെക്കൻ വന്നത് ഇങ്ങോട്ട്. അപ്പോൾ പിന്നെ അവർ വന്ന് ചേട്ടനും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കിടക്കുന്നത് ട്രിപ്പൊക്കെ ഇട്ട്. അങ്ങനെ ചേട്ടൻ പോയിട്ട് വന്നു. ചേട്ടൻ പോയത് വേറെ ഒന്നുമല്ല, എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കാനായിട്ട് പോയത്. ഇത് കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ എന്താണ് സാധനമെന്ന്. ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും എനിക്ക് ഗിഫ്റ്റ് തരാൻ കാണിച്ച് എൻ്റെ ചേട്ടൻ്റെ മനസ്സ് നിങ്ങളാരും കാണാതെ പോയിരുന്നു. നന്ദിയുണ്ടേ. അങ്ങനെ പിന്നെ ഇത് കുറേ നാളുകൊണ്ട് എൻ്റെ ആഗ്രഹിച്ച് പറഞ്ഞ സംഭവം കേട്ടോ ഇത് വാങ്ങിക്കാനായിട്ട്. ഞങ്ങൾ ഇതൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് വന്നവരാണ്. പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകും നമ്മൾ അറിയുന്നില്ലല്ലോ. അങ്ങനെ അതൊക്കെ ഒന്ന് തുറന്ന് നോക്കിയതിന് ശേഷം ഇങ്ങനെ ചോറ് കഴിക്കാനായിട്ടിരുന്നു. അമ്മ എനിക്ക് ചോറൊക്കെ വിളമ്പി തന്നെ ചക്കക്കൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞിന് ചോറ് കൊടുക്കാനായിട്ട് അങ്ങ് പുറത്തോട്ട് പോയി. അവിടെയൊക്കെ നടന്ന ആളെ കഴിച്ചോളൂ. എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റുന്നപ്പോൾ ചേട്ടനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ചേട്ടൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ചോറൊക്കെ വാരിത്തന്നു. ചക്കക്കൂട്ടാനും ചൂരക്കറിയായിരുന്നു കേട്ടോ. അടിപൊളി ഊണൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ലാപ്ടോപ്പുമായിട്ട് ഇരുന്നിട്ടുണ്ട് അതിനകത്ത് ഫംഗ്ഷൻസൊക്കെ ശരിയാക്കാനായിട്ട്. അങ്ങനെ ചേട്ടൻ ഇത്ര ഗൗരവത്തിൽ അത് ഇങ്ങനെ ശരിയാക്കുകയാണ്. ലാപ്ടോപ്പ് നോക്കുമ്പോൾ ഇത്ര ഗൗരവം വേണമെന്ന് ചേട്ടൻ പഠിപ്പിച്ചു എന്നെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞു. ഒരു 5:30 ആയപ്പോൾ എഴുന്നേറ്റപ്പോഴത്തേക്ക് അമ്പലത്തിൽ അവിടെ റെക്കോർഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചേട്ടനാണെങ്കിൽ കട്ടൻ ചായ വാങ്ങിക്കാനായിട്ട് പോയി. കട്ടൻ ചായ വാങ്ങിച്ചോണ്ട് ചേട്ടൻ വരുന്നവരെ നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആണ്. അങ്ങനെ കട്ടൻ ചായയും പരിപ്പുവടയും ഉഴുന്നോടെയും കൊണ്ടുവന്നു. ഈ കൂട്ടത്തിൽ ഞാൻ എടുക്കുക പരിപ്പുവട മാത്രമായിരിക്കും. കട്ടൻ ചായയും പരിപ്പുവട അതൊരു ബെസ്റ്റ് കോംബോയാണ്. ഇങ്ങനെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് ചന്ദ്രൻ കുഞ്ഞിനെയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ചേട്ടൻ പോയി കാപ്പി വാങ്ങിക്കാനായിട്ട് പോയി. കാപ്പി വാങ്ങിച്ചുകൊണ്ട് വന്ന് പൊറോട്ട വാങ്ങിച്ചുകൊണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തമ്മിലൊന്ന് ഉടക്കി. പക്ഷേ പൊറോട്ടയല്ല വാങ്ങിച്ചത്, എനിക്ക് ചപ്പാത്തി മതിയെന്നും പറഞ്ഞാൽ പറഞ്ഞു വിട്ടത്. അങ്ങനെ ചപ്പാത്തി തന്നെ ചേട്ടൻ വാങ്ങിച്ചു. ചപ്പാത്തി കിഴങ്ങറിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾ ആദ്യമോൻ ഇവിടെ കാണുന്നുണ്ടായിരിക്കത്തില്ല അല്ലേ? ആദ്യമോൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ആദ്യമോനെയും കൊണ്ട് അച്ഛനും അമ്മയും അങ്ങ് വീട്ടിൽ പോയി. അവിടെ ഒരു ദിവസം അവിടെ നിർത്താമെന്നും പറഞ്ഞ് കൊണ്ടുപോയതാണ്. അവിടെ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. ചെന്ന് വലിയ കുഴപ്പമില്ല. ഇവർ മുരുകനടയിൽ പോയി തൊഴാനായിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് കഴിച്ചു കുളിച്ചു, ഒരു കുഴപ്പമില്ല. ഭയങ്കര കളി. കണ്ട അച്ഛൻ്റെ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കുന്ന പരിപാടിയൊക്കെ കണ്ടില്ലേ. പക്ഷെ ഒരു 10 മണി ആയപ്പോഴത്തേക്കും ആൾ ഭയങ്കര കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അമ്മയെ കാണണം അമ്മയെന്നും പറഞ്ഞിട്ട് കരച്ചിൽ. രാത്രി ഓട്ടോ വിളിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ആദ്യമോ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഉറക്കമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.